തോമസ് അച്ഛൻ, ഇടവകയുടെ വികാരി കൂടിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട ബിജിനച്ചൻ, വൈദിക സെമിനാരിയിലെ അവരുടെ സംഭാഷകന്മാരെ, സെമിനാരി സഹോദരങ്ങളെ, പുതുശ്ശേരി ഭാഗം സെന്റ് മേരീസ് ഓർത്തഡോക്സ് ഇടവക അംഗങ്ങളായ എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നിസ്തുലമായ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ആദ്യമേ ഈ ഇടവകയും നിങ്ങളെല്ലാവരും വൈദിക സെമിനാരിക്ക് നൽകുന്ന പ്രത്യേകമായ എല്ലാ കരുതലിനും സ്നേഹത്തിനുമായി സെമിനാരിക്ക് വേണ്ടി പ്രത്യേകം നന്ദിയും സ്നേഹവും ആമുഖമായി അറിയിച്ചുകൊള്ളട്ടെ. ഏറെ ശുശ്രൂഷകൾ ഈ സന്ധ്യയ്ക്ക് ഇവിടെ നടക്കേണ്ടതുണ്ട്. നിങ്ങളെല്ലാവരും വളരെ അക്ഷമരായിട്ട് ആ ശുശ്രൂഷകളിൽ വ്യാപരിപ്പാൻ തക്കവണ്ണം, അത് കാണുവാൻ തക്കവണ്ണം ആയിരിക്കുന്നു എന്ന ബോധ്യം എനിക്കുണ്ട്. ആയതുകൊണ്ട് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ക്രിസ്തുമസ് സന്ദേശം നൽകി എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ക്രിസ്തുമസ് എല്ലാവരെയും സംബന്ധിച്ച് സന്തോഷത്തിന്റെ ദിനങ്ങളാണ്. അതൊരു പ്രത്യേകമായ മതവിഭാഗത്തിന്റെ ആഘോഷം അല്ല എന്നൊരു തിരിച്ചറിവ് യഥാർത്ഥത്തിൽ ഇന്നത്തെ ലോകത്തുണ്ട് എന്ന് വിചാരിക്കുന്നു. സ്നേഹവും സന്തോഷവും സമാധാനവും സകല ജനങ്ങൾക്കും നൽകുവാൻ തക്കവണ്ണം സ്വർഗോന്നതങ്ങളിൽ നിന്ന് ദൈവപുത്രൻ ഭൂമിയിലേക്ക് അവതരിച്ചതിന്റെ സുദിനമാണ് ക്രിസ്തുമസ് എന്ന് നാം വിചാരിക്കുമ്പോൾ, മറ്റ് മതസ്ഥർ അതിനെ ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടി, ലോകത്തിന്റെ സാഹോദര്യത്തിന് വേണ്ടി പ്രയത്നിപ്പാൻ തക്കവണ്ണം ദൈവം തിരഞ്ഞെടുത്ത ഒരു മഹാസംഭവമായി കാണുകയും ചെയ്യും. എല്ലാ അർത്ഥത്തിലും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സമാധാനത്തിന്റെയും ഉത്സവമായ ക്രിസ്തുമസിന്റെ പ്രാർത്ഥനാപൂർവമായ ആശംസകളും ആമുഖമായി നിങ്ങളെ അറിയിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെ കാണുവാൻ തക്കവണ്ണം ഹെരോദോസ് രാജാവിന്റെ അടുക്കൽ വിദ്വാൻമാർ വരുന്നതായി നാം വായിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ വന്ന് അവർ ചോദിക്കുന്നുണ്ട്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? അവർ വഴിതെറ്റി വന്നവരല്ല. കാരണം അവർ വിജ്ഞാനികളാണ്, വിദ്വാൻമാരാണ്. ന്യായപ്രമാണത്തെക്കുറിച്ചും ദൈവപുത്രന്റെ വരവിനെ കുറിച്ചുമുള്ള പ്രവാചക പുസ്തകങ്ങൾ പഠിച്ച് അവൻ ജനിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കി അവനെ കാണുവാൻ തക്കവണ്ണം യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെ കൊട്ടാരത്തിൽ അന്വേഷിച്ച് വരുന്ന വിദ്വാൻമാർക്ക് അവനെ അവിടെ കണ്ടെത്തുവാൻ സാധിക്കുന്നില്ല എന്നുള്ളത് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ക്രിസ്തുമസിന്റെ ആഘോഷത്തിന്റെ ഈ ദിനങ്ങളിൽ യഥാർത്ഥത്തിൽ നമ്മെ ചിന്തിപ്പിക്കേണ്ട ഒന്നുകൂടിയാണ് അത്. എന്തുകൊണ്ടാണ് യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെ യഹൂദന്മാരുടെ രാജാവിന്റെ കൊട്ടാരത്തിൽ കാണുവാൻ സാധിക്കാതെ പോയത്? യഹൂദന്മാരുടെ രാജാവിനെ അന്വേഷിച്ചു വരുന്ന വിദ്വാൻമാരോട് ഹെറോദോസ് രാജാവ് നിരാശനായി ഇല്ല എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അങ്ങനെയാണ് രാജാവ് വീണ്ടും കൊട്ടാരത്തിലെ പണ്ഡിതന്മാരെ വിളിച്ച് അവൻ എവിടെയാണ് ജനിക്കുന്നത് എന്ന് സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് വിദ്വാൻമാരെ ആ ഭാഗത്തേക്ക് അയക്കുവാനും ശ്രമിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ചിന്തനീയമായ വിഷയം. യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികൾ ആണല്ലോ ക്രിസ്തുമസ് ഏറ്റവും കൂടുതൽ ആചരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആരുടെ ഇടയിലാണ് ക്രിസ്തുവിനെ അന്വേഷിക്കേണ്ടത്? യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെ രാജകൊട്ടാരത്തിൽ വിദ്വാൻമാർ അന്വേഷിച്ചപ്പോൾ കണ്ടെത്താത്തതുപോലെ ക്രിസ്തുവിനെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ കണ്ടെത്താൻ സാധിക്കാത്ത ഒരു ചിത്രമാണ് ഇന്ന് നമ്മുടെ എല്ലാവരുടെയും മതജീവിതത്തിലുള്ളത്. അത് തികച്ചും നമ്മെ സംബന്ധിച്ച് ആശാസ്യമായ ഒന്നല്ല. യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുവാൻ സാധിക്കാത്ത മതജീവിതമാണ് നമ്മുടേതെങ്കിൽ, ആധ്യാത്മികതയാണ് നമ്മുടേതെങ്കിൽ,
ഹെറോദോസ് രാജാവിനെ പോലെ നാമും ഭയത്തിന്റെയും വിഹുലതയുടെയും പശ്ചാത്തലത്തിൽ ജീവിതം കാലം കഴിക്കേണ്ടി വരും. യഥാർത്ഥത്തിൽ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിനെ കാട്ടിക്കൊടുക്കുക എന്നുള്ളതാണ്. ഇവിടെ ചിന്തനീയമായ ഒരു ചോദ്യവും അതിന്റെ ഉത്തരവും പറഞ്ഞ് ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കാം. എന്തുകൊണ്ടാണ് യഹൂദന്മാരുടെ രാജാവായി പിറന്ന ക്രിസ്തുവിനെ രാജകൊട്ടാരത്തിൽ കാണാൻ സാധിക്കാതെ പോയത്? ഒരുപക്ഷെ അതിന്റെ അർത്ഥം കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൽ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ കോറിയിടുന്നുണ്ട്. അവിടെ എന്തുകൊണ്ടാണ് ക്രിസ്തു കാലിത്തൊഴുത്തിൽ കൊട്ടാരത്തിൽ പിറക്കാതെ കാലിത്തൊഴുത്തിൽ പിറന്നത് എന്നതിനെ സംബന്ധിച്ചാണ് അവിടെ രേഖപ്പെടുത്തുന്നത്. 2-ാം അധ്യായം 1-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് ഇപ്രകാരമായി വായിക്കുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തെരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തെരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായതും ഏതുമില്ലാത്തതുമായി തെരഞ്ഞെടുത്തു. ഹെറോദാസ് രാജാവിന്റെ കൊട്ടാരത്തിൽ എന്തുകൊണ്ടാണ് യഹൂദന്മാരുടെ രാജാവിനെ കാണാൻ സാധിക്കാത്തത് എന്ന് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹയുടെ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിന്റെ പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ 3 കാരണങ്ങൾ നമുക്ക് കണ്ടെത്താം. ഹെറോദോസ് രാജാവിന്റെ കൊട്ടാരം ജ്ഞാനത്തിന്റെ ഉറവിടമാണെന്നൊരു ധാരണയുണ്ടായിരുന്നു. എല്ലാ കൊട്ടാരങ്ങളിലും നമുക്കറിയാവുന്നതുപോലെ രാജാക്കന്മാരെ ഉപദേശിപ്പാൻ തക്കവണ്ണം ഉപദേശക വൃന്ദങ്ങളുണ്ട്. വിദ്വാൻമാർ രാജാവിനെ അന്വേഷിച്ചു വന്നപ്പോൾ അവരെവിടെയാണ് ജനിക്കുന്നത് എന്ന് അന്വേഷിച്ചുകൊണ്ട് പണ്ഡിതന്മാരെ, വേദപണ്ഡിതന്മാരെ ഹെറോദ രാജാവ് വിളിക്കുന്നുണ്ട്, അവരോട് അഭിപ്രായം ചോദിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ക്രിസ്തു എന്തുകൊണ്ട് ഹെറോദോസ് രാജാവിന്റെ കൊട്ടാരത്തിൽ ജനിച്ചില്ല എന്ന് ചോദിച്ചാൽ, ദൈവത്തെക്കാൾ വലിയ ജ്ഞാനിയാണെന്ന് രാജാവിനും രാജകൊട്ടാരത്തിനും ഉള്ളവർക്ക് തോന്നിയിട്ടുണ്ടാകാം. ഇന്നും ഒരു പക്ഷേ നാം എല്ലാവരും വിചാരിക്കുന്നത് ദൈവത്തിന് എന്താ അറിയാൻ പറ്റുന്നത്? ദൈവത്തിനൊന്നും അറിയില്ല. ദൈവത്തെക്കാൾ കൂടുതലായി അറിയുന്നവനാണ് നാം എന്നൊരു ധാരണ, ഒരു മിഥ്യാധാരണ പലപ്പോഴും നമുക്കുണ്ട്. ലോകത്തിന്റെ ജ്ഞാനത്തിൽ ദൈവം ഒന്നുമില്ല എന്ന് സമർത്ഥിക്കുവാൻ ശ്രമിക്കുന്ന ശാസ്ത്ര ലോകത്തിലാണ് നാം ആയിരിക്കുന്നത്. മനുഷ്യന്റെ മുമ്പിൽ ദൈവം എന്താ എന്ന് ചിന്തിക്കുന്ന മനുഷ്യ, നിന്റെ ജ്ഞാനത്തിനെ ലജ്ജിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവം ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. അതുകൊണ്ട് ജ്ഞാനത്തിന്റെ ഉറവിടമെന്ന് സ്വയം ധരിക്കുന്ന മനുഷ്യ, നീ ജ്ഞാനിയാകുന്നുവെങ്കിൽ ദൈവം നിന്നിൽ പിറക്കുകയില്ല. നീ ജ്ഞാനിയാകുന്നു നിനക്ക് തന്നെ ബോധ്യമുണ്ടെങ്കിൽ ഒരുപക്ഷെ ദൈവത്തിന് നിന്റെ ഹൃദയത്തിൽ പിറക്കുവാൻ സാധിക്കില്ല. കാരണം ദൈവത്തെക്കാൾ ജ്ഞാനി എന്നുള്ള നിന്റെ മിഥ്യാധാരണ ദൈവത്തിന് ഇടം നൽകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. രണ്ടാമതായി പ്രിയമുള്ളവരെ അവിടെ വായിക്കുന്നു, ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. യഹൂദന്മാരുടെ രാജാവായി പിറന്ന ദൈവപുത്രൻ നിശ്ചയമായും രാജകൊട്ടാരത്തിൽ അധികാരത്തിന്റെ മറവിൽ, ബലത്തിന്റെ മറവിൽ ജനിക്കേണ്ടവനാണ്. എന്നാൽ ലോകപ്രകാരമുള്ള ബലം ഒന്നുമില്ല എന്ന് ബോധ്യപ്പെടുത്തുവാൻ, ലോകത്തിനെ ബോധ്യപ്പെടുത്തുവാൻ ദൈവം ബലഹീനമായത് തെരഞ്ഞെടുത്ത കാലിത്തൊഴുത്തിൽ പിറന്നു എന്നാണ് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ പറയുവാൻ ആഗ്രഹിക്കുന്നത്. 2-3 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെല്ലാവരും വളരെ നമ്മുടെ ആരോഗ്യ വ്യവസ്ഥയിൽ വളരെ അഹങ്കാരപൂർവ്വം നിലനിന്നവരാണ്. ഇപ്പോഴും ഒരുപക്ഷെ അങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കുന്നു. കോവിഡ് എന്ന് പറയുന്ന ചെറിയ വൈറസ് വന്ന് നമ്മളെ എല്ലാവരെയും ആക്രമിച്ചപ്പോഴാണ് നമ്മളെക്കാൾ എത്രമാത്രം ബലമുള്ളതാണ് ഒരു ചെറിയ വൈറസ് എന്ന തിരിച്ചറിവ് ഈ ലോകത്തിന് നൽകി. എത്രയോ മനുഷ്യരാണ് ആ മഹാമാരി മൂലം ഈ ലോകത്തുനിന്ന് വേർപെട്ടു പോയത്. ഇന്നും അതിന്റെ വേദനകളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരാണ് നമ്മിൽ പലരും. പ്രിയമുള്ളവരെ, ലോകത്തിന്റെ അധികാരവും ലോകത്തിന്റെ ബലവും ദൈവസന്നദ്ധിയിൽ ബലഹീനമാണെന്ന് തിരഞ്ഞെടുക്കുവാൻ, കാണിക്കുവാൻ ദൈവം
ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു എന്ന് വേണം കരുതുവാൻ. അതുകൊണ്ട് ദൈവത്തിന് ജനിക്കുവാൻ യഹൂദന്മാരുടെ രാജാവിന്റെ കൊട്ടാരം ആവശ്യമില്ല. കാരണം അതിനേക്കാൾ ബലവാനും അധികാരം ഉള്ളവനുമാണ് ദൈവം. പലപ്പോഴും ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് ദൈവത്തോട് അധികാരത്തോട് നാം സംസാരിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ദൈവമേ എനിക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്ന് ദൈവത്തോട് നാം ചോദിക്കുന്നുവെങ്കിൽ നമ്മുടെ അധികാരത്തിന്റെ ഗർവ്വം നമ്മെ ഭരിക്കുന്നു എന്ന് വേണം പ്രിയമുള്ളവരെ കരുതുവാൻ. കാരണം ദൈവത്തോട് മറുചോദ്യം ചോദിക്കുവാൻ, ഹേ മനുഷ്യ, നിനക്ക് എന്ത് അധികാരം എന്ന് ദൈവം നമ്മളോട് ചോദിക്കുന്നുണ്ട്. ഇയ്യോബിന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ പ്രിയമുള്ളവരെ. ഇയ്യോബിന്റെ സ്നേഹിതന്മാർ വന്ന് അവനെ ന്യായം വിധിക്കുമ്പോൾ, കുറ്റം വിധിക്കുമ്പോൾ, ഒരു നിമിഷമെങ്കിലും ഇയ്യോബ് തന്നെ ന്യായ നീതിയുള്ളവനായി പ്രകീർത്തിക്കുവാൻ ശ്രമിക്കുമ്പോൾ അവസാന ഭാഗത്ത് ഇയ്യോബ് തന്റെ വായബുദ്ധി എന്നാണ് വായിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, രാജകൊട്ടാരത്തിൽ ജനിക്കേണ്ട ദൈവം കാലിത്തൊഴുത്തിൽ പിറക്കുവാനുള്ള രണ്ടാമത്തെ കാരണം പരിശുദ്ധനായ പൗലോസ്ലീഹ പറയുന്നു, ഈ ലോകത്തിന്റെ ജ്ഞാനത്തെക്കുറിച്ചും ഈ ലോകത്തിന്റെ ബലത്തെക്കുറിച്ചും ലോകത്തെ ധരിപ്പിക്കുവാനാണ്. ഈ ലോകത്തിന്റെ ജ്ഞാനം ഏതുമില്ല എന്നും ഈ ലോകത്തിന്റെ ബലം ബലഹീനമാണെന്നും കാണിക്കുവാൻ ദൈവം ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു. മൂന്നാമതായി, ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടമായതും ഏതുമില്ലാത്തതും തെരഞ്ഞെടുത്തു. പ്രിയമുള്ളവരെ, ലോകപ്രകാരമുള്ള നമ്മുടെ ആത്മപ്രശംസയെ കുറിച്ചാണ് അവിടെ പറയുന്നത്, അഹന്തയെ കുറിച്ചാണ് പറയുന്നത്. ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ നാം അറിഞ്ഞോ അറിയാതോ ഇതിന്റെ പിന്നാലെ പോകുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. നാം എല്ലാവരുടെയും കുടുംബചരിത്രങ്ങൾ, ഏറെ കുടുംബചരിത്രങ്ങൾ എഴുതപ്പെടുന്ന കാലഘട്ടമാണ്. നമ്മുടെ എല്ലാവരുടെയും കുടുംബചരിത്രങ്ങളിൽ നമ്മളെല്ലാവരും നമ്മുടെ കുടുംബം, അതിന്റെ ചരിത്രം പുറകിലേക്ക് നടത്തുമ്പോൾ നമ്മളെല്ലാവരും പകലവും മറ്റും ശങ്കരപുരിയും കള്ളിയും കാളിയാങ്കൽ കുടുംബത്തിൽപ്പെട്ടവരാണ്. ആരും കുടുംബത്തിൽ പെടാത്തവരാണ് എന്ന് അവകാശപ്പെടുന്ന ഒരു കുടുംബവുമില്ല. വലിയ വലിയ കുടുംബങ്ങളുടെ പേരിൽ അറിയപ്പെടുവാനാണ് നാം ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ നോക്കിച്ചിരിക്കുകയാണ്. ഒരു പക്ഷേ നാം എന്തിലൊക്കെയാണ് പ്രശംസിക്കുന്നത്? നമ്മുടെ സമ്പത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ബലത്തിലുമൊക്കെ നാം പ്രശംസിക്കുമ്പോൾ ഇതൊന്നും ദൈവസന്നിധിയിൽ ഒന്നുമില്ല എന്ന മനുഷ്യകുലത്തെ, ലോകത്തെ ബോധ്യപ്പെടുത്തുവാൻ രാജകൊട്ടാരത്തിൽ അധികാരത്തോടെ പിറക്കേണ്ടവനായ യഹൂദന്മാരുടെ രാജാവ് ഇതിനെയെല്ലാം ത്യജിച്ചുകൊണ്ട് ഇതൊന്നുമില്ലാത്ത, ജ്ഞാനമില്ലാത്ത, ബലമില്ലാത്ത, പ്രശംസയില്ലാത്ത കാലിത്തൊഴുത്തിൽ നമുക്കായി ജനിച്ചു. പ്രിയമുള്ളവരെ, ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ സ്വീകരിക്കണമെങ്കിൽ ദൈവസന്നിധിയിൽ നിന്ന് ഇത് നാം പ്രാപിക്കേണ്ടിയിരിക്കുന്നു. ജ്ഞാനം എന്ന ഗർവ് നമ്മെ ഭരിക്കുന്നുവെങ്കിൽ, ഞാനാണ് അധികാരി എന്ന ഭാവം നമ്മെ ഭരിക്കുന്നുവെങ്കിൽ, എനിക്കാണ് എല്ലാം, ഞാനാണ് എല്ലാം എന്ന അഹന്ത നമ്മെ ഭരിക്കുന്നുവെങ്കിൽ, ആത്മപ്രശംസ നമ്മെ ഭരിക്കുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, ഒരു നിമിഷം മാത്രം മതി നമ്മിൽ നിന്ന് ഇതെല്ലാം മാറ്റപ്പെടുവാൻ. അതുകൊണ്ട് ഇതൊന്നും നമ്മുടേതല്ല, സ്ഥായിയായ ഭാവം ദൈവത്തിന് മാത്രമാണ്. അതുകൊണ്ട് ആ ഒരു തിരിച്ചറിവ് എപ്പോൾ നമ്മിൽ ഉണ്ടാകുന്നുവോ അപ്പോൾ മാത്രമേ ക്രിസ്ത്യാനികളുടെ ഇടയിൽ, അല്ലെ ക്രിസ്ത്യാനികളുടെ മനസ്സിൽ, ഹൃദയത്തിൽ ദൈവം ജനിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, അപ്രകാരം ദൈവം ജനിക്കുവാനുള്ള നല്ല ഹൃദയത്തിന്റെ, നിർമ്മല ഹൃദയത്തിന്റെ ഉടമകളായി തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. 2024 ക്രിസ്തുമസിന്റെ എല്ലാവിധമായ പ്രാർത്ഥനാപൂർവമായ ആശംസകളും വൈദിക സെമിനാരിക്ക് വേണ്ടിയും പാരീഷ് മിഷന് വേണ്ടിയും പ്രത്യേകം അറിയിക്കുന്നു. ഈ ഇടവകയിൽ ഇന്നു മുതൽ നടക്കുന്ന പാരീഷ് മിഷന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രാർത്ഥനാപൂർവമായ ആശംസകളും നേർന്നുകൊണ്ട് പുതിയ വർഷത്തിന്റെ സമാധാനവും സന്തോഷവും നിങ്ങളെല്ലാവരെയും അറിയിച്ചുകൊണ്ട് ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി വൈദിക സെമിനാരിയുടെ പ്രവർത്തനങ്ങൾക്ക്, നിങ്ങൾ നൽകുന്ന എല്ലാ നല്ല സേവനങ്ങൾക്കുമായി ദൈവനാമത്തിൽ നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കും.